ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. ഇന്നത്തെ വിഷയം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഇറച്ചിയാണോ മീനാണോ നമുക്ക് നല്ലത്, ശരീരത്തിന് ഗുണം ചെയ്യുന്നു കൂടുതലായിട്ട്? അപ്പോൾ ഇറച്ചി എന്നായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൂടുതലായിട്ടുള്ള അഭിപ്രായം. കാരണം നമുക്കതിനോട് കൂടുതൽ താല്പര്യമുണ്ട്. മീനേക്കാളും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇറച്ചി തന്നെയാണ്. പക്ഷെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ശരീരത്തിന് ഇതിൽ എന്തൊക്കെ വേണം, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ ഇറച്ചി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബീഫ്, കോഴിയിറച്ചി, പന്നിയിറച്ചി, ഈ മൂന്നെണ്ണം വെച്ചാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. പിന്നെ മത്സ്യങ്ങളുമായിട്ട്, കാരണം ഈ ഓരോ മീറ്റിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഏതായാലും ഇറച്ചിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നോക്കാം. ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇറച്ചി എന്ന് പറയാൻ. അത് ഒരു ഇത്. പിന്നെ അതുകൂടാതെ തന്നെ അടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങളുണ്ട്. മറ്റ് ഘടകങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അയൺ അടങ്ങിയിട്ടുണ്ട്. അയൺ എന്താണ്, ഹീമോ അയോൺ എന്ന് പറയുന്ന അയൺ അടങ്ങിയിരിക്കുന്നുള്ളത്. ഹീമോ അയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് രക്തക്കുറവുണ്ടെങ്കിൽ ഡോക്ടർമാർ കുറിച്ച് തരുന്ന അയൺ ടാബ്ലറ്റ് കുറിച്ച് തരും, അല്ലേ? ആ ഒരു സെയിം ഘടകമാണ് ഹീമോ അയൺ എന്ന് പറയും. അത് ഈ മീറ്റിൽ ധാരാളമായിട്ട്, ഇറച്ചികളിൽ ധാരാളമായിട്ടുണ്ട്. അത് പോർക്കിൻ്റെ ആണെങ്കിലും കോഴിയുടെ ആണെങ്കിലും ബീഫാണ് പോത്തിൻ്റെ ആണെങ്കിലും ഒക്കെ അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സഹായപ്രദമാണ്. ബ്ലഡ് ധാരാളമായിട്ട് ഉണ്ടാകാൻ തക്കവണ്ണമെല്ലാം അത് സഹായപ്രദമാണ്. പിന്നെ സിങ്ക് ഉണ്ട്. സിങ്കിൻ്റെ അളവും ഉണ്ട്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിക്കാൻ സഹായപ്രദമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, ഇറച്ചി മാംസങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ B12, B6 എന്നിവ ധാരാളമായിട്ട് ഈ മീറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫാറ്റാണ്, കൊഴുപ്പ്. അത് നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ് ഈ മാംസത്തിൽ കൂടുതലുണ്ട്. എന്നാൽ നമ്മൾ മത്സ്യത്തെക്കുറിച്ച് നോക്കുമ്പോഴും ഈ പ്രോട്ടീൻ്റെ കണ്ടന്റ് ഏകദേശം സെയിമാണ്. മത്സ്യത്തിലും അതുപോലെ തന്നെ മാംസത്തിലുള്ളതിൻ്റെ അളവ് വലിയ വ്യത്യാസമില്ലാത്തൊരു അളവിൽ ഉണ്ട്. എന്നാൽ ഫാറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ, കൊഴുപ്പ് പരിശോധിക്കുമ്പോൾ മത്സ്യത്തിൻ്റെ മാംസത്തിലാണ് കുറവായിട്ടുള്ള കൊഴുപ്പുള്ളൂ. പിന്നെ എന്നാൽ ഈ മീറ്റിലില്ലാത്ത ഒരു സംഭവം ഫിഷിലുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ omega-3 ആണ്. omega-3 നമുക്ക് നന്നായിട്ട് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ഒരു നിശ്ചിത പ്രായം ആയി കഴിയുമ്പോഴത്തേക്കും ശരീരവേദനകൾ, ജോയിൻറ്റ് വേദനകൾ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നീര് വെക്കാനൊക്കെ കാരണമായി തീരും. omega-3 നമുക്ക് നല്ലതാണ്. അപ്പോൾ omega-3 ധാരാളമായിട്ട് ഉണ്ട്. പിന്നെയുള്ളത് ഈ പറഞ്ഞ അയൺ ഉണ്ട്, ഈ ഹീമോ അയൺ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ മീറ്റിലുള്ളതിൻ്റെ അത്രയൊരു അളവിൽ ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽത്ത് പരമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ഏറെ നല്ലത്, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കോൺസിക്വൻസ് കുറവുള്ളത്, അനന്തരഫലങ്ങൾ കുറവുള്ളത് മത്സ്യത്തിൻ്റെ മത്സ്യമാണ്. എന്നാൽ ഒരു നിയന്ത്രിത അളവിൽ നമ്മളിപ്പം മാംസം ഉപയോഗിച്ചാലും തെറ്റില്ല. പക്ഷെ നിയന്ത്രിത അളവിൽ അല്ല, പലപ്പോഴും അളവ് ഒത്തിരി കൂടിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും പല വിധത്തിലുള്ള രോഗത്തിന് അടിമപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നിയന്ത്രിത അളവിൽ നമ്മളത് കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതമായ സംഗതി. എന്നാൽ മീൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മീൻ കഴിച്ച് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ വിശേഷിച്ച് വറുത്ത് തിന്നുന്നതിനാണ് താല്പര്യം. വറുത്ത് തിന്നുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള എണ്ണയും കാര്യങ്ങളെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പ്രിപ്പറേഷൻ രീതിയിലൂടെ നമുക്ക് ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള പല ഘടകങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഹെൽത്ത് കോൺഷ്യസിൽ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കേരളക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ അപേക്ഷിച്ച് ഫോറിനേഴ്സ് ആ കാര്യത്തിൽ കുറേ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ ധാരാളമായിട്ട് വറുത്തും പൊരിച്ചുമായിട്ടുള്ള സംഗതി തീറ്റി അവർക്ക് കുറവാണ്. അപ്പോൾ അവർ അതിൻ്റെ ശരിയായ വിധത്തിലാണ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും അളവും അവർ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ കാര്യത്തിൽ കോൺഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആയാൽ നല്ലതാണ്. അപ്പോൾ
നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ലെവൽ കിട്ടുന്ന കാര്യത്തിൽ മീറ്റാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഫിഷിനേക്കാളും. കലോറി കൂടുതൽ ഇറച്ചിയിലാണ് മൊത്തത്തിൽ ഉള്ളത്, മത്സ്യത്തിൽ അത്രയില്ല. എന്നാൽ അനന്തരഫലങ്ങളിൽ ഇല്ലാതെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ പ്രദാനം ചെയ്യാൻ മത്സ്യത്തിന് കഴിയും. അതാണ്. പക്ഷേ ഇത് ഞാനീ പറഞ്ഞ പോലെ രണ്ടും കൂടെ ഒരു നിയന്ത്രിത അളവിൽ ഇത് രണ്ടും കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും മീറ്റ് എന്ന് പറയുന്ന പോലെ വരുന്നുണ്ട്. പക്ഷേ അതിന് നിയന്ത്രണം വെക്കുന്നത് പലപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമായിരിക്കാൻ തക്കണം കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്നത് കഴിവതും കറി വെച്ച് കഴിക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. വറുത്ത് തിന്നുന്ന കുഴപ്പമില്ല. പക്ഷെ അത് നിരന്തരമായി കഴിയുമ്പോൾ അതിനകത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ആ വിധത്തിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിയാണോ നല്ലത് മീനാണോ നല്ലത് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട്. രുചിയിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കലോറി പ്രദാനം ചെയ്യുന്ന കാര്യത്തിലൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ രണ്ടും കുഴപ്പമില്ല. അത്യാവശ്യം അനന്തരഫലങ്ങൾ ഞാനീ പറഞ്ഞ പോലെ പിന്നീടുള്ള ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കുറവുള്ളത് മത്സ്യത്തിൽ തന്നെയാണ്, മാംസത്തെ അപേക്ഷിച്ച്. എന്നാൽ കലോറി കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് മാംസത്തിൽ നിന്നാണ് കിട്ടുന്നത് കൂടുതലായിട്ട്, മത്സ്യത്തേക്കാൾ അധികമായിട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായിട്ടുള്ള ചില വിവരങ്ങൾ ഇതിനകത്തുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.